കളക്ടറെ അറിയിച്ചു. വെള്ളക്കെട്ട് താൽക്കാലികമായി മാറ്റാൻ ശ്രമമുണ്ടായെങ്കിലും അതും പൂർണ്ണമായി വിജയിച്ചില്ലെന്നും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പിയത്ത് പറഞ്ഞു. ഓരോ ദിവസവും പൊറുതിമുട്ടിയാണ് ഇവിടുത്തുകാർ തള്ളി നീക്കുന്നത്. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഇടുക്കിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നതായി പരാതി. മലേറിയയും മന്തും കുഷ്ഠവും ക്ഷയരോഗവും അടക്കമുള്ളവർ താമസിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് പരിശോധനകൾ ശക്തമാക്കി. ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിക്കുന്ന തൊഴിലുടമകൾ നിയമപരമായ എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഉടമജോല അടക്കമുള്ള മേഖലകളിൽ അതിഥി തൊഴിലാളികളെ ആരോഗ്യ പരിശോധന നടത്തുവാൻ തൊഴിലുടമകൾ വിമുഖത കാണിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വ്യാപകമായി പരാതികൾ ഉയർന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന തൊഴിലാളികളിൽ മലേറിയയും കുഷ്ഠവും ക്ഷയരോഗവും അടക്കവും കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ ആഴ്ചയും മേഖലയിൽ മലേറിയ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഇതര സംസ്ഥാനക്കാർക്കിടയിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് കർശന പരിശോധനയുമായി രംഗത്ത് വന്നത്. പുതുതായും നിലവിൽ ജോലി ചെയ്യുന്നവരെയും കർശനമായും സ്ക്രീനിംഗ് നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ പരിശോധനകൾ സൗജന്യമായി നടത്തപ്പെടുന്നുമുണ്ട്. കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 8 സബ് സെന്ററുകളുണ്ട് ഈ നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. അതിനാവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും എല്ലാം നമുക്കുണ്ട്. ലാബ് പരിശോധിക്കാനുള്ള സംവിധാനം ഇതെല്ലാം സൗജന്യമായിട്ടാണ് ചെയ്തത്. രോഗമുണ്ടെന്നറിഞ്ഞാൽ യഥാസമയവും ആരോഗ്യവകുപ്പിനെ അറിയിക്കാതിരിക്കുകയോ മറച്ചുവെക്കുകയോ ചെയ്താൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം കേസെടുക്കുമെന്നാണ് തൊഴിലുടമകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ സ്ക്രീനിങ് ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും തൊഴിലുടമകൾ വിമുഖത കാണിക്കാറുണ്ട്. ഈ ആൾക്ക് എന്തെങ്കിലും അസുഖം വരികയോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് തൊഴിലുടമയുടെ പരിപൂർണമായ ഉത്തരവാദിത്തമാണ് ഈ ആൾക്ക് എന്ത് സംഭവിച്ചാൽ. അടുത്ത ദിവസങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് സ്ക്രീനിംഗ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കണ്ണൂർ കൂത്തുപറമ്പിൽ സഖി വൺ സ്റ്റോപ്പ് സെന്ററിന് നിർമ്മിച്ച സ്വന്തം കെട്ടിടം നോക്കുകുത്തിയായിട്ട് 2 വർഷം. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കൂത്തുപറമ്പ് സബ് ട്രഷറിക്ക് സമീപം ഇരുനില കെട്ടിടം